കണ്ണൂർ ജില്ലയിൽ സഹ്യാദ്രിയുടെ മടിത്തട്ടിൽ മഞ്ഞും മഴയും മേഘങ്ങളും ഇഴചേരുന്ന ഉടുമ്പമലയുടെ ഉയരങ്ങളിൽ വിസ്മയകരമായ ഒരു പുണ്യഭൂമിയുണ്ട്, കുന്നത്തൂർപ്പാടി. സാധാരണ ക്ഷേത്ര സങ്കല്പങ്ങൾക്കപ്പുറം പ്രകൃതിയും ദൈവവും ഒന്നായി മാറുന്ന പനമരങ്ങളും ഉരുളൻ പാറക്കല്ലുകളും സാക്ഷിയാകുന്ന ശ്രീ മുത്തപ്പന്റെ പ്രിയപ്പെട്ട ആരൂഢം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ വനഭൂമി ആഡംബരങ്ങളോ സ്ഥിരമായ ശ്രീകോവിലോ ഇല്ലാതെ വനത്തിന്റെ പരിശുദ്ധിയിൽ മുത്തപ്പൻ ഇന്നും കുടികൊള്ളുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടമാണ്. കല്ലും മണ്ണും വൻമരങ്ങളും പനങ്കളും സമന്വയിക്കുന്ന ഇവിടുത്തെ ഉത്സവാനുഭവം കേവലം ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് മലബാറിന്റെ സംസ്കാരവും വിശ്വാസവും പോരാട്ടവീര്യവും വിളിച്ചോതുന്ന ഒരു മഹാഗാഥയാണ്. ഇവിടെ പ്രകൃതി തന്നെയാണ് വിഗ്രഹവും ശ്രീകോവിലും. കുന്നത്തൂർ പാടിയുടെ ഹൃദയം പുരാതനമായ ഐതിഹ്യങ്ങളിലാണ് തുടിക്കുന്നത്. പയ്യാവൂരിലെ എരുവശി ഗ്രാമത്തിൽ അയ്യങ്കര അഥവാ അഞ്ചരമന എന്ന രാജവംശം വാണിരുന്ന കാലം. അന്ന് വാഴുന്നവർക്ക് മക്കളില്ലാത്ത ദുഃഖത്തിലായിരുന്നു കുടുംബം. ഭക്തയായ പാടിക്കുറ്റിയമ്മ കുളിക്കാനിറങ്ങിയപ്പോൾ വട്ടത്തോണിയിൽ ഒഴുകിവരുന്ന ഒരു തേജസ്വിയായ കുഞ്ഞിനെ അവർ കണ്ടു. ആ കുഞ്ഞിനെ എടുത്തു വളർത്തിയ പാടിക്കുറ്റിയമ്മയും അയ്യങ്കര വാഴുന്നവരും അവനെ തങ്ങളുടെ അനന്തരാവകാശിയായി കണ്ടു. എന്നാൽ വളർന്നു വലുതാകും തോറും ആ ബാലന്റെ പ്രവൃത്തികൾ വിചിത്രമായിരുന്നു. നായാട്ടവും മാംസാഹാരവും ശീലമാക്കിയ അവന്റെ രീതികൾ ബ്രാഹ്മണ്യ ചിട്ടകൾ പാലിച്ചിരുന്ന ഇല്ലത്തിന് ഉൾക്കൊള്ളാനായില്ല. അയ്യങ്കര നായനാർ അമ്മയോട് പരാതിപ്പെട്ടു. കണ്ടുകിട്ടിയ മകൻ നിമിത്തം ഇല്ലത്ത് നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിരിക്കുന്നു. തന്റെ പ്രവൃത്തികൾ വിമർശിക്കപ്പെട്ടപ്പോൾ താൻ സാക്ഷാൽ ശിവന്റെ അംശമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് തീക്കണ്ണുകളുമായി വിശ്വരൂപം കാട്ടി ആ മകൻ പടിയിറങ്ങി. പാലും പഴവും തകർത്ത് വില്ലും ചുരുകയുമായി പുറപ്പെട്ട ആ പരമശിവപുത്രനാണ് മുത്തപ്പൻ. തൃക്കണ്ണ് തൊഴുത് പൊയ്ക്കണ്ണ് വാങ്ങിയ മുത്തപ്പൻ. വാൾകുറ്റിയമ്മ ഏകദേശപ്പുഴയിൽ ഒന്ന് മുങ്ങി, രണ്ടാമത്തെ ചെലമ്പൂര് കെട്ടി, മൂന്നാമത്തെ ശങ്കരകെട്ട് ആവർത്തനത്തോടു കൂടിയിട്ടാണ് തിരുവങ്കല്ലിൽ കാണുന്നു. മുഴുക്കുവെല്ലിക്കോട്ടയിൽ നിന്ന് 4 പാടും നോക്കി കുന്നത്തൂർ പാടി കണ്ട ആകൃഷ്ടനായി. വില്ലും അമ്പുമായി മലനാട്ടിലേക്ക് യാത്ര തിരിച്ച മുത്തപ്പൻ ചങ്ങാതികളായി പുലിക്കുട്ടികളെ ലഭിക്കുമെന്ന് മാതാപിതാക്കളോട് അരുളി ചെയ്തു. കൊഴിഞ്ഞ ഇലകളും വനവും മലയും തനിക്ക് ധാരാളമാണെന്ന് മൊഴിഞ്ഞുകൊണ്ട് ഈ വനപ്രദേശത്തെ മുത്തപ്പൻ തന്റെ താവളമാക്കി മാറ്റി. ഈ ഐതിഹ്യം മുത്തപ്പനെ ഒരു ദൈവാവതാരമാക്കുന്നു. ശിവന്റെ അംശം, നായാട്ടിന്റെ ദൈവം, പ്രകൃതിയുടെ സംരക്ഷകൻ. ജാതി മത വർഗ വർണ്ണ ഒന്നുമില്ലാതെ എല്ലാവർക്കും വന്ന് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമായാണ് കുന്നത്തൂർപ്പാടി മുത്തപ്പൻ എന്ന് പറയുന്ന ഈ ദേവസ്ഥാനമുള്ളത്. അതിൽ ഇവിടെ തന്നെ ഇപ്പം ഞങ്ങൾ 5 ഇല്ലം അടിയാന്മാരാണ്. അത് കൂട്ടത്തിൽ കുടുവതിയുണ്ട്. അവർ കുടുവതി എന്ന് പറയുന്ന ഒരു ആളുകളുണ്ട്. പിന്നെ അഞ്ഞൂറ്റാൻ, പെരുവണ്ണാൻ, തീയൻ എന്ന് പറയുന്ന സമുദായവും ഇതിനകത്തുണ്ട്. അവർക്ക് പ്രധാനപ്പെട്ടുള്ള ആചാരം എന്ന് പറഞ്ഞാൽ കള്ള് കൊണ്ടുവരിക, ഇവിടത്തേക്കുള്ള ഇത് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉള്ളത് ആചാരം. കുന്നത്തൂർ പാടിയുടെ ചരിത്രം മലബാറിന്റെ രാജവംശങ്ങളുമായി ആഴത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നു. മുത്തപ്പന്റെ പരമ്പര എന്ന് വിശ്വസിക്കപ്പെടുന്ന മന്നനാർ രാജവംശത്തിന്റെ ഉടമസ്ഥതയിലായിരുന്നു ഒരു കാലത്ത് ഈ പ്രദേശം മുഴുവൻ. കുന്നുമല്ലിടത്തിൽ തീയ പ്രഭുക്കന്മാരായിരുന്നു ഇവിടുത്തെ മേൽനോട്ടം വഹിച്ചിരുന്നത്. അവരിൽ നിന്നാണ് കുന്നത്തൂർ പാടി എന്ന പേര് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്നു. 1902 അവസാനത്തെ മന്നനാർ രാജാവായ കുഞ്ഞിക്കേളപ്പൻ മന്നനാർ കൊല്ലപ്പെട്ടതോടെ ആ പ്രതാപകാലം അവസാനിച്ചു. തുടർന്ന് ബ്രിട്ടീഷ് ഭരണകൂടം ഈ ഭൂമി പിടിച്ചെടുക്കുകയും നികുതി പിരിക്കാനുള്ള അധികാരം കരക്കട്ടിടം നായനാർക്ക് ലഭിക്കുകയും ചെയ്തു. സ്വാതന്ത്ര്യാനന്തരം കുന്നത്തൂർ പാടിയുടെ അവകാശത്തെ സംബന്ധിച്ച് നിയമ പോരാട്ടങ്ങൾ നിരവധി നടന്നിട്ടുണ്ട്. പറശ്ശിനിക്കടവ് മുത്തപ്പൻ മടപ്പുരയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉയർന്നപ്പോൾ കോടതി പറശ്ശിനിക്കടവ് കുടുംബത്തിന്റെ അവകാശം സ്ഥിരീകരിക്കുകയുണ്ടായി. ഈ ചരിത്രപരമായ മാറ്റങ്ങൾ പാടിയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലും ഇന്നും ഇവിടുത്തെ ചടങ്ങുകളിൽ പഴയ രാജവംശത്തിന്റെ സ്മരണകളും ആചാരപരമായ അധികാരങ്ങളും നിലനിൽക്കുന്നു. രാജവംശങ്ങളുടെ അധികാരത്തിൽ നിന്ന് ഭക്തരുടെ സ്വന്തമായ പുണ്യഭൂമിയിലേക്കുള്ള പരിണാമമാണ് കുന്നത്തൂർ പാടിയുടെ ചരിത്രപരമായ പ്രസക്തി. സഹ്യപർവ്വതത്തിൽ ഉടുമ്പമലയിൽ പ്രകൃതി തന്റെ സ്വന്തം ക്ഷേത്രം നിർമ്മിച്ചിരിക്കുകയാണ്.
കുന്നത്തൂർപ്പാടിയിൽ സ്ഥിരമായ നിർമ്മാണങ്ങളൊന്നുമില്ല എന്നത് ലോകത്തിലെ തന്നെ ഒരു അപൂർവതയാണ്. വനത്തിനുള്ളിലെ തുറസായ സ്ഥലത്ത് ഓരോ വർഷവും ഉത്സവ സമയത്ത് മാത്രം പുല്ലും ഓലയും ഓടയും കൊണ്ട് നിർമ്മിക്കുന്ന താൽക്കാലിക മടപ്പുരയാണ് മുത്തപ്പൻ്റെ ശ്രീകോവിൽ. പ്രകൃതിയിൽ നിന്ന് വന്ന് പ്രകൃതിയിലേക്ക് തന്നെ മടങ്ങുന്ന ഒരു ദർശനം നമുക്ക് ഇവിടെ കാണാം. ഉത്സവത്തിന് ശേഷം ഈ മടപ്പുര പൊളിച്ചു നീക്കുകയും പ്രദേശം പഴയ പോലെ വനമായി മാറുകയും ചെയ്യുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ അതിനോട് ഇണങ്ങി നിൽക്കുന്ന ആത്മീയതയുടെ ഉത്തമ ഉദാഹരണം. മടപ്പുരയുടെ പടിഞ്ഞാറ് വശത്ത് കല്ലും പാറയും കൊണ്ടുള്ള പീഠവും ചെളി കൊണ്ടുള്ള മറ്റൊരു പീഠവുമാണുള്ളത്. ഗുഹയ്ക്ക് ഇരുവശത്തും പനമരങ്ങൾ കാവൽ നിൽക്കുന്നു. വടക്ക് ഭാഗത്തായി തിരുവങ്കടവ് എന്ന പുണ്യ നീരുറവ സ്ഥിതി ചെയ്യുന്നു. മറ്റു മുത്തപ്പൻ മടപ്പുരകളിൽ തടികൊണ്ടുള്ള പീഠങ്ങൾ കാണുമ്പോൾ ഇവിടെ മണ്ണ് തന്നെ ദൈവത്തിൻ്റെ ഇരിപ്പിടമാകുന്നു. ഭൂമിയുമായുള്ള ഈ ഗാഠമായ ബന്ധമാണ് കുന്നത്തൂർപ്പാടിയെ സവിശേഷമാക്കുന്നത്. സഹ്യന്റെ മടിത്തട്ടിലെ ഈ വന്യത മുത്തപ്പന്റെ നായാട്ട് വീര്യത്തെയും പ്രകൃതി സ്നേഹത്തെയും ഓർമ്മിപ്പിക്കുന്നു. കുന്നത്തൂർപ്പാടിയിലെ ഉത്സവ ചടങ്ങുകൾക്ക് മറ്റ് മുത്തപ്പൻ മടപ്പുരകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തതയുണ്ട്. സാധാരണയായി മുത്തപ്പൻ മടപ്പുരകളിൽ പുത്തരി വെള്ളാട്ടം നടക്കാറുള്ളത് തുലാം മാസത്തിലാണെങ്കിൽ പാടിയിലത് കന്നിമാസത്തിലാണ്. ധനു 2 മുതൽ മകരം 2 വരെ, അതായത് ഡിസംബർ പകുതി മുതൽ ജനുവരി പകുതി വരെ നീണ്ടു നിൽക്കുന്ന ഉത്സവകാലം ഭക്തരെ സംബന്ധിച്ച് കഠിനമായ വ്രതാനുഷ്ഠാനങ്ങളുടെ സമയമാണ്. ഉത്സവത്തിന് മുൻപായി തന്ത്രിമാർ പശുദാനം, പുണ്യാഹം, ഗണപതി ഹോമം തുടങ്ങിയ ശുദ്ധീകരണ കർമ്മങ്ങൾ നടത്തുന്നു. തിരുവപ്പനയും വെള്ളാട്ടവും ഒരേ സമയം അവതരിക്കാറില്ല എന്നതാണ് പാടിയിലെ മറ്റൊരു പ്രത്യേകത. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ മഞ്ഞിന്റെ തണുപ്പിൽ ഓലച്ചൂട്ടുകളുടെ വെളിച്ചത്തിൽ നടക്കുന്ന തിരുവപ്പന ദർശനം വിവരണാതീതമായ ഒന്നാണ്. 500 സമുദായത്തിൽപ്പെട്ട കോലധാരികൾ മുഖത്തെഴുത്തും തിരുമുടിയും പൊയ്ക്കണ്ണുമായി മുത്തപ്പനായി അരങ്ങിലെത്തുന്നു. മുത്തപ്പന്റെ നായാട്ട് ജീവിതത്തെ അനുസ്മരിപ്പിക്കുന്ന പള്ളിവേട്ട എന്ന ചടങ്ങ് ഏറെ ആവേശം നിറഞ്ഞതാണ്. ഈറ്റ കൊണ്ട് തീക്കുണ്ടങ്ങൾ ഒരുക്കി അതിനു മുകളിലൂടെ അമ്പും വില്ലുമായി ചാടിക്കടക്കുന്ന മുത്തപ്പൻ വനപാലകന്റെയും യോദ്ധാവിൻ്റെയും ഭാവങ്ങൾ ഒരുപോലെ പ്രകടിപ്പിക്കുന്നു. മുത്തപ്പന്റെ മാതൃസ്ഥാനമായി കരുതപ്പെടുന്ന മൂലംപറ്റ ഭഗവതിയുടെ സാന്നിധ്യവും ഇവിടുത്തെ പ്രത്യേകതയാണ്. മുളയും നാരും ഇലകളും കൊണ്ട് നിർമ്മിച്ച തിരുമുടിയുമായി ഭഗവതി പ്രത്യക്ഷപ്പെടുമ്പോൾ പാടിയിലെ വനാന്തരം ഭക്തിസാന്ദ്രമാവുന്നു. സാമൂഹ്യമായ ഒത്തൊരുമയുടെ വലിയൊരു പാഠം കുന്നത്തൂർപ്പാടി നമുക്ക് നൽകുന്നുണ്ട്. ജാതി മതഭേദമില്ലാതെ ലക്ഷക്കണക്കിന് ഭക്തരാണ് മല കയറി ഇവിടെ എത്തുന്നത്. മുത്തപ്പൻ ഇവിടെ വെറുമൊരു ദൈവമല്ല, മറിച്ച് ആവലാദികൾ കേൾക്കുന്ന പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു കാരണവരാണ്. ചതിച്ചയാളെ വിശ്വസിക്കൂല, വിശ്വസിച്ചാളെ ചതിക്കൂല എന്ന മുത്തപ്പന്റെ വാമൊഴികൾ മലബാറിലെ ജനതയുടെ ജീവിത പ്രമാണമാണ്. വണ്ണാൻ സമുദായക്കാരായ കോലധാരികൾ, നായനാർ കുടുംബത്തിലെ വാണവർ, ആദിവാസി സമൂഹങ്ങൾ എന്നിവരെല്ലാം ചേർന്ന് നടത്തുന്ന ഈ ഉത്സവം കേരളത്തിലെ ജാതിരഹിത ആത്മീയതയുടെ പ്രതീകമാണ്. മറ്റൊരു പ്രധാന പ്രത്യേകത ഇവിടുത്തെ വഴിപാടാണ്. പ്രകൃതിയുടെ കനിവായ ശുദ്ധമായ പനങ്കള്ളാണ് മുത്തപ്പന് നിവേദിക്കുന്നത്. ഇത് സാധാരണക്കാരായ മനുഷ്യന്മാരുടെ അധ്വാനത്തെയും സംസ്കാരത്തെയും ആദരിക്കുന്നതിന് തുല്യമാണ്. മുമ്പ് വിദേശമദ്യവും സ്വീകരിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ പ്രകൃതിദത്തമായ പനങ്കള്ള് മാത്രമേ അനുവദിക്കൂ എന്ന തീരുമാനം ഇവിടുത്തെ വിശുദ്ധി നിലനിർത്താൻ സഹായിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ആത്മീയത പലപ്പോഴും ആഡംബരമായി മാറുമ്പോൾ ഓരോ വർഷവും സ്വയം ഇല്ലാതാവുകയും വീണ്ടും ജനിക്കുകയും ചെയ്യുന്ന ഈ താൽക്കാലിക മടപ്പുര പ്രകൃതിയുടെ നശ്വരതയെയും ദൈവത്തിൻ്റെ അനശ്വരതയെയും ഒരുപോലെ ഓർമ്മിപ്പിക്കുന്നു. വനസംരക്ഷണവും ആചാരങ്ങളും എങ്ങനെ കൈകോർത്ത് നീങ്ങാം എന്നതിന് കുന്നത്തൂർപ്പാടി ഒരു ആഗോള മാതൃകയാണ്. ഉത്സവകാലത്ത് മാത്രം പ്രവേശനമുള്ള ഈ വനഭൂമി ബാക്കി സമയങ്ങളിൽ വന്യജീവികൾക്കും സസ്യജാലങ്ങൾക്കും സമാധാനമായി വാഴാനുള്ള ഇടമായി മാറുന്നു. ടൂറിസം വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിലും സ്ഥലത്തിൻ്റെ പവിത്രതയും ജൈവ വൈവിധ്യവും സംരക്ഷിക്കാൻ സംഘാടകർ ശ്രദ്ധിക്കുന്നു. യുവതലമുറയ്ക്കിത് പ്രകൃതി സംരക്ഷണത്തിൻ്റെ പാഠമാണ് നൽകുന്നത്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് തുല്യമാണ്. കുന്നത്തൂർപ്പാടിയിലെ ഓരോ മണൽത്തരിയും മുത്തപ്പൻ്റെ ചൈതന്യം പേർന്നവയാണ്. പൊടിക്കളത്തെ മടപ്പുരയിൽ നിന്ന് തുടങ്ങി ഉടുമ്പമലയുടെ നെറുകയിലുള്ള പാടി വരെ കാട്ടിലൂടെയുള്ള ചെങ്കുത്തായ പടവുകൾ കയറിയ യാത്ര ഒരു ആത്മീയാനുഭവമാണ്. മരച്ചുവട്ടിൽ ഉറങ്ങിയും കാട്ടുചോലയിലെ വെള്ളം കുടിച്ചും മുത്തപ്പൻ്റെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുന്ന മനുഷ്യർ നൽകുന്ന സന്ദേശം ഒന്നാണ്. ഭക്തി എന്നത് ആഡംബരങ്ങളിലല്ല, മറിച്ച് പ്രകൃതിയുമായുള്ള ലയനത്തിലും സഹജീവികളോടുള്ള കരുണയിലുമാണ്. ഭാവി തലമുറകൾക്കായി ഈ പുണ്യഭൂമി അതിൻ്റെ തനിമയോടെ കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ആധുനികതയുടെ കടന്നുകയറ്റങ്ങൾക്കിടയിലും കുന്നത്തൂർപ്പാടി പാരമ്പര്യം പേറുന്ന ദീപസ്തംഭമായി നിലകൊള്ളുന്നു. ദൈവം കല്ലിലോ സ്വർണത്തിലോ അല്ല,
മറിച്ച് പ്രകൃതിയിലും നന്മയുള്ള ഹൃദയങ്ങളിലുമാണെന്ന് കുന്നത്തൂർപ്പാടി നമ്മെ പഠിപ്പിക്കുന്നു. മഞ്ഞിൻ്റെ തണുപ്പിൽ മുത്തപ്പൻ്റെ വാമൊഴികൾ വനാന്തരങ്ങളിൽ മുഴങ്ങുമ്പോൾ നാം തിരിച്ചറിയുന്നത് പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ മനോഹരമായ കരാറാണ്. മുത്തപ്പൻ ഇന്നും അവിടെയുണ്ട്, പനമരങ്ങൾക്കിടയിൽ, ഉരുളൻ പാറക്കല്ലുകൾക്ക് പിന്നിൽ, ഒരു കുളിർക്കാറ്റ് പോലെ നമ്മെ കാത്തുപാലിച്ചുകൊണ്ട്.